കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ കണ്ണീരോടെ പറഞ്ഞൊരു വാചകമുണ്ട്. പല സിനിമകളും കാണുമ്പോഴേക്കും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നടന്മാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുപോലുള്ള ആക്ടേഴ്സിനൊന്നും നമുക്കില്ല, എല്ലാവരും പോയി എന്ന് കരഞ്ഞുകൊണ്ട് മോഹൻലാൽ വളരെ വിഷമത്തോടു കൂടി മോഹൻലാൽ പറഞ്ഞൊരു വാചകമുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ കരഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കിരീടത്തിൻ്റെ റിലീസ്, അതായത് റീ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് നടത്തിയിരുന്നു. ആ പ്രൈവറ്റ് സ്ക്രീനിങ്ങിൻ്റെ ഭാഗത്ത് ലാലേട്ടൻ സംസാരിക്കുന്ന വേളയിൽ ലാലേട്ടൻ്റെ തൊണ്ട ഇടറുന്നതും കണ്ണീരണിയുന്ന കാഴ്ചയും ഉണ്ടായി. അതൊരു പക്ഷേ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയായിട്ട് മാറി. എല്ലാവർക്കും വീണ്ടും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് എൻ്റെ ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമാ അഭിനയത്തിൽ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു ഷിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും ഷിബിയുടെ സിനിമയിലായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് അതിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പോട്ട് പിറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിനിമയോട് ചോദിക്കായിരുന്നു, ഇനി ഇങ്ങനെ ഒരു സിനിമ ആരെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമയാണ്. പക്ഷെ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടെ അതിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി, ആശംസകൾ. നമുക്ക് കുറച്ചൊരു ഞാൻ ഇന്റർവെല്ലിന് ആ സമയത്താണ് വന്നാലും എനിക്കതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടായി നമുക്ക് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാവും. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല. ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഈ സിനിമയുടെ ഇന്ന് നമ്മൾ കണ്ട വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷനാണ്. ഇത് നമ്മൾക്ക് വേണ്ടി ചെയ്തത് NFDCയും NFIAയുമാണ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി ചെയ്ത അവരുടെ മലയാളത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമയാണിത്. ഇത് കഴിഞ്ഞ IFFAയിൽ നമ്മളുടെ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. അവർ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള മറ്റു ഒരു എൻഹാൻസ്മെന്റും അതിൻ്റെ കളറിലോ ടോണിലോ ഒന്നും മാറ്റിയിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അതുപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യം ഫിലിമിൽ ഷൂട്ട് ചെയ്ത അതേ ക്വാളിറ്റിയിൽ അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു. 10-ാം തീയതി ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. കിരീടം റീ റിലീസിനെത്തുകയാണ്. ജൂലൈ 10 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് സാധാരണയായി മോഹൻലാൽ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പണം വാരുന്നത് റീ റിലീസുകളിൽ. അതിപ്പോൾ ദേവദൂതനായാലും സ്ഫടികമായാലും ചോട്ടാ മുംബൈ ആയാലും നമ്മൾ പേരെടുക്കുന്ന ഏത് സിനിമയായാലും അതിൽ തലപ്പത്ത് നിൽക്കുന്നത് മോഹൻലാൽ റീ റിലീസ് സിനിമകളാണ്. കുറച്ച് നാളുകളായിട്ട് ആ റീ റിലീസ് പരിപാടി ഉണ്ടാകുന്നില്ല. അതിന് പിന്നാലെ ആണ് കിരീടം ഇപ്പോൾ റീ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടികൾ നടത്തിയത്. നമ്മൾ ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ദിനേശ് പണിക്കരുമൊത്ത് ഒരു അഭിമുഖം എടുത്തിരുന്നു. കിരീടം വിശേഷങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അഭിമുഖം എടുത്തതിന് പിന്നാലെ തന്നെയാണ് കൊച്ചിയിലേക്ക് ഈ ഒരു ഇവൻറ്റ് നടത്തുകയും ഈ ഇവൻറ്റിൽ മോഹൻലാൽ, സിബി മലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടാവുന്നതും അവിടെ ഗസ്റ്റുകളായിട്ട് അപർണ ബാലമുരളി, ആസിഫ് അലി ഉൾപ്പെടെയുള്ള താരങ്ങളും ഉണ്ടായിരുന്നു, മീഡിയ പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ലാലേട്ടൻ വളരെ കണ്ണീരോടുകൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും
ലാലേട്ടൻ്റെ കണ്ണുനീര് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറി. അതിന് ഒരു പ്രത്യേക കാരണവും കൂടിയായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. 1989 ജൂലൈ 7 കിരീടം ആദ്യം ഏകദേശം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ലാലേട്ടൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തന്നെ, 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നിമിഷമാണ് ഇത് എന്നാണ് മോഹൻലാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, എനിക്ക് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് നേടിത്തന്ന സിനിമയാണ് കിരീടം. അതിന് സിബി മലയിൽ എന്ന സംവിധായകനോട് നന്ദി പറയുകയും ചെയ്തു. എൻ്റെ അടുത്ത ദേശീയ അവാർഡും സിബിയുടെ സിനിമയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നിമിഷവും കൂടിയാണ് ഇതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം വരുന്നതിനോടൊപ്പം തന്നെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് മോഹൻലാൽ പിന്നീട് പറയുന്നത്. 37 വർഷം പുറകിലോട്ട് ഒരു ടൈം ട്രാവൽ എന്ന രീതിയിലേക്ക് പുറകിലോട്ട് പോയെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സിനിമയോ ഇതിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരൊന്നുമില്ല, ഇനി നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആലോചിക്കുമ്പോൾ വലിയൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഇമോഷണലായ ഒരു സിനിമയാണെന്നത് കൂടി മോഹൻലാൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണയായി മോഹൻലാൽ സിനിമയിൽ കരയുമ്പോൾ തന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് ഇമോഷണൽ കണക്റ്റായിട്ട് കണ്ണീര് വരാറുണ്ടല്ലേ. റിയൽ ലൈഫിൽ അങ്ങനെ ലാലേട്ടൻ കരയുന്ന കാഴ്ച നമ്മൾ കാണാറില്ല. വളരെ ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി ജോവൈലായിട്ട് നിൽക്കുന്ന, നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു നടൻ, ഒരു വ്യക്തി, ഒരു മനുഷ്യനെ മാത്രമാണ് നമ്മൾ മോഹൻലാൽ എന്ന വ്യക്തിയിൽ കാണാറുള്ളത്. പക്ഷേ ഇതിൽ അദ്ദേഹം വളരെ ജെനുവനായിട്ട് ടീയേഴ്സ് സ്പ്രെഡ് ഔട്ട് ചെയ്തപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ഒരു വേദന ഉണ്ടാക്കി. അത് വേദന ഉണ്ടാക്കുന്നത് ലാലേട്ടൻ കരഞ്ഞുകൊണ്ട് മാത്രമല്ല, ആ സിനിമയിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട പല താരങ്ങളും ഇന്ന് ജീവനോടെ ഇല്ല. അവരൊക്കെ ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ആളുകളാണ്. ആ ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ആളുകൾ ഇന്ന് മലയാള സിനിമ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. അവരില്ലാത്തതിൻ്റെ ദുഃഖം എന്നുമുണ്ട്. പല കഥാപാത്രങ്ങൾ എഴുതുമ്പോഴേക്കും പല സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും അവർക്കൊക്കെ പകരം റീപ്ലേസ് ചെയ്യാൻ വേറൊരു താരമില്ല എന്നുള്ള വിഷമത്തിൽ ആ കഥാപാത്രങ്ങൾ തന്നെ കട്ട് ഓഫ് ചെയ്യുന്ന പല ഇൻസ്റ്റൻസസും അവർ പല അഭിമുഖങ്ങളിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പല ലെജൻഡറി ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ. ആ സാഹചര്യത്തിൽ മോഹൻലാൽ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം ഇസ് ഫിൽഡ് വിത്ത് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഇന്ന് അത് വളരെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നത് ലാലേട്ടൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആസിഫ് അലിയെ ചേർത്ത് പിടിച്ച് തൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു സാഹചര്യം ഒക്കെ, ആ വിഷ്വൽസ് ഒക്കെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കിരീടം മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സിനിമയൊന്നുമല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും മലയാളികൾ റീവാച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഒരു പക്ഷേ കിരീടവും കൂടി ആയിരിക്കും. അങ്ങനെ ഒരു കോമഡി സിനിമയോ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പടമൊന്നുമല്ലല്ലോ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് കിരീടം. വളരെ ഇമോഷണലായിട്ട്, വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് സേതുമാധവൻ എന്ന കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലൂടെ പോകുന്ന ഒരു സിനിമയാണല്ലോ കിരീടം. ആ കിരീടം മലയാളികൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. റീ റിലീസുകൾ എപ്പോഴും ലാലേട്ടനൊപ്പം തന്നെയാണ് പ്രേക്ഷകർ നിന്നിട്ടുള്ളത്. ആ ഒപ്പം നിൽക്കാൻ കിരീടത്തിലൂടെയും ജനങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് മോഹൻലാൽ ആരാധകർ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.